ബോട്ട് കമാൻഡറുടെ മരണം കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല. ലാബ്സ് MHLന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ്. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ബോട്ട് കമാൻഡറുടെ നിര്യാണത്തിലേക്ക് നയിച്ച കോസ്റ്റൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ബോട്ട് കമാൻഡർ ആലപ്പുഴ സ്വദേശി ഹരികുമാറാണ് മരിച്ചത്. കടുത്ത പനി മൂലം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് സംഭവം. യാത്രക്കിടെ ചേർത്തല ഹരിപ്പാട് തുറവൂർ ഭാഗത്ത് വെച്ച് തീവണ്ടിയിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം 12 വർഷമായി അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ബോട്ട് കമാൻഡറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഹരികുമാർ ലീവ് ആവശ്യപ്പെട്ടിട്ടും ലീവ് അനുവദിച്ചില്ലെന്ന് ആരോപണമുയർന്നിരുന്നു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ഉപാധ്യക്ഷന്മാരായ PN മനാഫ്, CA റഷീദ്, VM ഷൈൻ, KD സജീവൻ, AK അബ്ദുൽ ഖാദർ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KU സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ PH റഹീം, PK ചന്ദ്രബാബു, PM ലിയാഖത്ത്, KA സ്റ്റാൻലി, CD വിജയൻ, KA ഷെരീഫ്, അമീൻ കടമ്പാട്ട്, AA കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കാരണം ഇവിടെ പോലീസ് സേനയിൽ ഓരോ ഘട്ടത്തിലും ഘട്ടം ഘട്ടമായി സ്റ്റാറുകളും അവരുടെ സ്ഥാനങ്ങളും എല്ലാം നൽകുന്നത് ഇവിടെ പൊതുജന സേവനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അവൻ പൊതുജന സേവകരാണ്. ഒരു പൊതുജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും അവർക്ക് വേണ്ട നീതിയും നടപ്പാക്കുക എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെ കടമയാണ്. സ്വന്തം സഹപ്രവർത്തകന്റെ അല്ലെങ്കിൽ തന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്റെ അദ്ദേഹത്തിന് അവകാശപ്പെട്ട അദ്ദേഹത്തിന് നൽകുവാൻ കഴിയുന്ന ലീവ് പോലും നൽകാൻ കഴിയാത്ത ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് നീതി നൽകും? ഒരു സാധാരണക്കാർ എന്ത് ധൈര്യത്തിൽ ഈ രമേശ് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക്